സൈബർ സെക്യൂരിറ്റി, ഐ.ടി. മേഖലയിലെ വിദഗ്ധരെയും ഇന്നൊവേറ്റേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനായിട്ട് NCSRC ഏകദിന സമ്മേളനം സംഘടിപ്പിച്ചത്. കേരളത്തിൽ NCSRC നടത്തുന്ന 3 സംസ്ഥാനതല സമ്മേളനങ്ങൾ ആദ്യത്തേതാണ് ടെക്നോ പാർക്കിൽ നടന്നത്. സൈബർ ഇടം സുരക്ഷിതമാക്കുന്നതിനുള്ള അറിവ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഉണ്ടായിരിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് IG സ്പർജൻ കുമാർ പറഞ്ഞു. ഭാവിയിൽ എല്ലാവർക്കും സൈബർ സുരക്ഷയിൽ പരിശീലനം നൽകണം. അത് സമൂഹത്തിന് അത്യാവശ്യമാണ്. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം വ്യാപകമാണ്. വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും പണം തട്ടിയെടുക്കൽ, വ്യാജ ബോംബ് ഭീഷണികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്നും സ്പർജൻ കുമാർ വ്യക്തമാക്കി. NCSRC ഡയറക്ടറും IRITA വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ E. ഖലീരാജ്, NCSRC സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പ്രിൻസ് ജോസഫ് എന്നിവരും ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുള്ള പ്രതിഭകളെ തിരിച്ചറിയുക എന്നതാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഹാക്കത്തോൺ ലക്ഷ്യമിടുന്നത് എന്ന് ഡോക്ടർ E. ഖലീരാജ് പറഞ്ഞു. ഹാക്കത്തോൺ വിജയികൾക്ക് കേസ് സ്റ്റഡിയും പരിശീലനവും നൽകും. സൈബർ സുരക്ഷ എന്നത് സാങ്കേതിക വിദ്യയെക്കുറിച്ച് മാത്രമല്ല, വിശ്വാസം, സുരക്ഷ, ഉത്തരവാദിത്വം എന്നിവ കൂടിയാണെന്നും സംസ്ഥാന നിയമ സെക്രട്ടറി സനൽകുമാർ വ്യക്തമാക്കി. സൈബർ ഭീഷണികളെ നേരിടുവാനും സുരക്ഷ പ്രോത്സാഹിപ്പിക്കുവാനും പരിശീലിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി രാജ്യത്തുടനീളം ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് NCSRC പ്രതിജ്ഞാബദ്ധമാണെന്നും ഡോക്ടർ പ്രിൻസ് ജോസഫ് വ്യക്തമാക്കി. നിരവധി അവസരങ്ങളുള്ള സൈബർ സുരക്ഷാ മേഖലയിൽ ബാഹ്യ ഏജൻസികളുമായുള്ള സഹകരണവും പ്രധാനമാണെന്നും കേരള IT മിഷൻ ഡയറക്ടർ സന്ദീപ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, നിയമനിർവഹണ ഏജൻസികൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി കേരളത്തിൽ ഒരു സൈബർ ഹബ്ബ് സൃഷ്ടിക്കുകയാണ് സമ്മേളനത്തിലൂടെ NCSRC ലക്ഷ്യമിടുന്നത്.